ഡെപ്ത് ഓഫ് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ മോക്ക് ടെസ്റ്റാണ് ഇന്നിവിടെ നടത്തുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ക്വസ്റ്റ്യത്തിന് ആൻസർ വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. രണ്ടാമതായി, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആര്? ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി നെപ്പോളിയനാണ്. നെപ്പോളിയനെയാണ് ആധുനിക ഫ്രാൻസിലെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. 1932 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവുമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. രണ്ട് ആൻസറും തെറ്റുത്തരങ്ങളാണ്. അപ്പോൾ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഓപ്ഷൻ ബി 2, 3 എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. 1 ബഹദൂർ ഷാ ബന്ധപ്പെട്ടിരിക്കുന്നത് ഡൽഹിയായിട്ടാണ്. 2 ഷമാൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ബരാട്ടുമായിട്ടാണ്. മൗലവി അഹമ്മദുള്ള ബന്ധപ്പെട്ടിരിക്കുന്നത് ഫൈസാബാദുമായിട്ടാണ്. 4 ബീഗം ഹസ്രത്ത് മഹൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ലക്നൗവായിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ സമരം നയിച്ച സ്ഥലങ്ങളും. ഓപ്ഷൻ ഡി ആണ്. അടുത്തതായി, തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി 1865 പണ്ടാരപ്പാട്ട വിളംബരം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. രണ്ട് ഓപ്ഷനും ശരിയായ ഉത്തരങ്ങളാണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. 8 ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, നിക്കൽ എന്നിവയാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 2ഉം 3ഉം. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതുപോലെ ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹവുമാണ്. ഇത് രണ്ടുമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. 2ഉം 3ഉം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യനോടുകൂടി ഇത് അവസാനിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതെന്നാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്.